സംശയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഭയങ്കര വെൽ റിട്ടേൺ ആയിട്ടുള്ള തിരക്കഥയുള്ള സിനിമയാണ്. അപ്പം ഈ സിനിമയുടെ തിരക്കഥയുടെ മേന്മ കണ്ട് അല്ലെങ്കിൽ ഈ തിരക്കഥ സിനിമ ആക്കപ്പെടണം എന്ന് വിശ്വസിച്ച് മുന്നോട്ട് വന്ന 3 പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക്. ഒന്ന് സുരാജ് ചേട്ടൻ, ഡിക്സൺ ചേട്ടൻ, മാത്തുക്കുട്ടൻ, ലിനോ ഫിലിപ്പ് എന്ന് പറഞ്ഞ ആള്. ഇവർ ഭയങ്കര ഫിലിം ലവേഴ്സാണ്. ഇവർ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിൽപ്പെട്ട ആളുകളല്ല. അപ്പൊ ഇവർക്ക് പൈസ പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ വന്നിട്ട് ആളുകൾ സിനിമ കാണണം. പിന്നെ എപ്പോഴും നമ്മുടെ മലയാള സിനിമ, ഞാൻ ഭയങ്കര ആവർത്തന വിരസമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കോണ്ടന്റ് ഡ്രിവൺ സിനിമകൾ എന്തുകൊണ്ടാണ് മലയാളത്തിൽ നമ്മൾ നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലൊക്കെ അറിയപ്പെടുന്ന മലയാളം എന്ന് പറയുന്നത് കോണ്ടന്റ് ഡ്രിവൺ ആണ്. അപ്പോൾ ഇത്തരം പാട്ടമായാലും സംശയമായാലൊക്കെ ഭയങ്കര കോണ്ടന്റ് ഡ്രിവൺ സിനിമകളാണ്. ഇത്തരം സിനിമകൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് ചെയ്യാണ്ട് ടെലിഗ്രാമിൽ കാണും. അതും OTT-യിലല്ല മെജോറിറ്റി ആളുകൾ ടെലിഗ്രാമിൽ കാണും. പൈറേറ്റഡ് പരിപാടി കണ്ടിട്ട് ഇടയ്ക്കെന്നോട് ആരോ ചോദിച്ചു, എടാ ടെലിഗ്രാമിൽ എന്തിറങ്ങും നാട്ടം. അതായത് ടെലിഗ്രാം അടക്കം ഒരു OTT പ്ലാറ്റ്ഫോമാണെന്ന് വിചാരിക്കുന്ന പോലത്തെ ആളുകളുടെ ഇടയിൽ അവരുടെ ക്ഷമാപണത്തിൽ അർത്ഥമില്ലല്ലോ. മനസ്സിലായി. പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾ നിലനിൽക്കേണ്ടത്, ഇത്തരം പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന. കാര്യം ഇവരൊരു സ്റ്റാർ പവർ കണ്ടിട്ട് സിനിമ എടുക്കാമെന്ന ആളുകളല്ല. ഇവർ നല്ല സിനിമയുടെ കൂടെ നിൽക്കുന്ന, നല്ല തിരക്കഥയുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ രാജേഷ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാളാണ്. പുതിയൊരാൾക്കൊരു അവസരം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു കഥാപാത്രം കിട്ടുകയാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് അങ്ങനെ വിജയിപ്പിക്കണം.